ആരെങ്കിലും ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവരെ കൊല്ലാനുള്ള കൽപ്പന ഇസ്ലാമിൽ വല്ലതും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അതിന് മുസ്ലിമീങ്ങളുടെ സഹിഹായ ഒരു ഹദീസാണ് ബുഖാരിയിൽ നിന്നുള്ളത് തന്നെ. സഹിഹുൽ ബുഖാരി 6922 വായിക്കാം. അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: I would have killed them according to the statement of Allah's messenger. Whoever changed his religion, Islamic religion, then I will kill him എന്ന്. അതായത് ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതം സ്വീകരിച്ചാൽ അവരെ കൊല്ലണം എന്ന് പ്രവാചകൻ മുഹമ്മദ് കൽപ്പിച്ചത് ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഞാനിത് ഡിസ്പ്ലേയിൽ ഇവിടെ ഇട്ടിരിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും ഞാനിവിടെ ഇട്ടിരിക്കുന്നു. എന്തിനാണ് ഇപ്പൊ മാരിയോ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, 10-30 വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചത് മുതൽ എന്നെ കൊല്ലണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാലങ്ങൾ പുരോഗമിച്ച് സോഷ്യൽ മീഡിയ ഇത്രത്തോളം വളർന്നതിന് ശേഷം അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ അവർ രണ്ടാമത്തെ തരം കൊലയിലേക്ക് പിറങ്ങിയിട്ടുണ്ട്. പേര് ക്യാരക്ടർ അസാസിനേഷൻ എന്നാണ്. ഒരു മനുഷ്യന്റെ സൽപ്പേരിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുക എന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനും എൻ്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കമന്റുകളിൽ വന്ന് ഏറ്റവും മോശമായ കമന്റുകൾ, ഏതെല്ലാം തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. എന്തിനാണ് ഞാനിതിപ്പോ പരസ്യമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും 30 വർഷമായി എന്നെ പരിചയമുള്ള മലയാളം, തമിഴ്, കന്നഡ, കൊങ്കണി, ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ്, അറബിക്ക്, അരമായിക്ക് എല്ലാ ഭാഷകളിലും എന്നെ പരിചയമുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവര് ടാർഗറ്റഡ് ആയിട്ടാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്. അത് എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ പോലും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടെ. അത് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊരാശംസയാണ്. കൂട്ടത്തിൽ ഇതൊരു വലിയ അറിവാണ്. അതായത് ഇസ്ലാമിന്റെ തത്വമനുസരിച്ച് ഒരുവൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നത് തന്നെയാണ് മുഹമ്മദിന്റെ കൽപ്പന. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഈശോയെ സ്നേഹിക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, പള്ളിയിൽ ആരും കാണാതെ പോകുന്നവരാണ്. പക്ഷെ പരസ്യമായി അവർ മിണ്ടില്ല. കാരണം അവർ ഓസ്ട്രസൈസ്ഡ് ചെയ്യപ്പെടും എന്ന ഒരൊറ്റ ഭയം, കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന ഒരൊറ്റ ഭയം. ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യും. അത് ഇന്നലെ ഒരു ലൈവ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി അറിയിച്ചതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.